അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 25 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വെണ്ടയ്ക്കാണ്. ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് നമ്മൾ ഒടിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ലോണം ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പം നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വെണ്ടയ്ക്കയെല്ലാം കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റാം. 2 ബാച്ചായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ഒരു ബൗളിലേക്ക് മാറ്റാം. 2 ബാച്ചായിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസുകളും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കും. അപ്പോൾ കുറച്ച് വീതം 2 ബാച്ചായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ അതാ ചേർത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇതാ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ, എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിക്ക് കുഴച്ചെടുക്കുക. വെണ്ടക്കയുടെ ഈർപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഞാൻ ഇപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് കുഴച്ചിട്ട് എടുക്കുക. നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ചെറിയ ഉരുളകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉരുട്ടിയെടുക്കും. കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചുവിട്ട് നല്ലോണം മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ. നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലോ ഹൈയിലോ ഒന്നും ഫ്ലെയിം വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ വെണ്ടയ്ക്കൊക്കെ വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചുവിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളൊക്കെ വെന്ത് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. ഇപ്പം ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാള 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ക്യാപ്സിക്കം അങ്ങ് അധികം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി എടുത്താൽ മതിയാകും. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതെല്ലാം പെട്ടെന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. എല്ലാം അടുത്തടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി സോസോ അല്ലെങ്കിൽ റെഡ് ചില്ലി സോസോ എടുക്കാവുന്നതാണ്. 1 ടീസ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ചില്ലി സോസ് ചേർക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കലക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ അടിയിൽ തങ്ങി നിൽക്കും. ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഒന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് ഗ്രേവി ലൂസായിട്ടിരിക്കും. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത്രയും മതിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ആദ്യം ചേർക്കാവൂ. കാരണം എന്ന് വെച്ചാൽ ചേർത്തിട്ടുള്ള സോസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ആ ഒരു പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ക്യാപ്സിക്കം ഒന്നും വെന്ത് പോകരുത്. അതുപോലെ സവാളയും അധികം അങ്ങ് വേവാൻ പാടില്ല. പെട്ടെന്ന് എല്ലാം ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അധികം ഒന്നും എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് മെഴുക്ക് പുരട്ടി തീയലൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ വെറൈറ്റി ആയിട്ട് വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്